ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? തെറ്റു ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ അണിഞ്ഞൊരുങ്ങിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരി അണിഞ്ഞൊരുങ്ങിയിട്ട് മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടത്തിയിട്ട് സുലൈഖ പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാ, നിന്നോട് വല്ലാത്ത സ്നേഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു താടാ. ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. ഇത് കൊട്ടാരത്തിന്റെ ഏറ്റവും സേഫായ റൂമാ. ഇതിനകത്ത് കിടന്ന് എന്തു ചെയ്താലും ആരും അറിയില്ലെന്ന് പറഞ്ഞ് സുന്ദരിയായ സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താ? സുലൈഖ ഖാല മആദല്ലാഹ്, എനിക്ക് പേടിയാ സുലൈഖ, എനിക്ക് പേടിയാ സുലൈഖ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. നീ തെറ്റു ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, അതിൽ നിന്ന് പിന്മാറിയപ്പോൾ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ യുവതലമുറയോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അവളോട് പറയണം, ഇത് പാപമാണ്, ഇത് വ്യഭിചാരമാണ്, ഇത് ഹറാമാണ്, അല്ലാഹുവേ ഇത് വൻപാപമാണ്. നീ എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? രണ്ട് സ്വർഗമാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാ അല്ലാഹു തരുന്ന